റജബ് 27 രാവ് വലിയ പ്രത്യേകതയുള്ള രാവാണ്. എന്താണ് ആ രാവിന്റെ പ്രത്യേകത? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൽബ് വല്ലാതെ സന്തോഷിച്ച രാവാണ്. അതുപോലെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൽബ് സന്തോഷിച്ച വേറെ ഒരു രാവ് ഉണ്ടായിട്ടുണ്ടാവൂല. ഉറപ്പല്ലേ? അള്ളാനെ കണ്ട രാവ്. ഖുർആൻ ഇറങ്ങിയ രാവ് മുത്തുനബിക്ക് വലിയ രാവാണ്. അതുപോലെ പല മദീനയിൽ നിന്ന് മക്കയിലേക്ക്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ രാവ്, അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രത്യേകതയുള്ള രാവാണ്. പക്ഷെ എല്ലാ രാവിനേക്കാളും അള്ളാന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രാവ് ഏതായിരിക്കും? ഖുർആൻ ഇറങ്ങിയ രാവാണോ? അല്ലേ? അല്ല, ഒരിക്കലും അല്ല. അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രാവ് ആയിട്ടുണ്ടാവുക അത് റജബ് 27 രാവാണ്. അള്ളാനെ കണ്ട രാവാണ്. അതിനേക്കാളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേറെ ഒരു സന്തോഷം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവൂല. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതല്ലേ അള്ളാഹുവിന്റെ ലിഖായിനെ കാണണം. നോമ്പുകാർക്ക് 2 സന്തോഷമല്ലേ? ഒന്ന് അള്ളാഹുവിനെ കാണുമ്പോഴുള്ള സന്തോഷം, അത് ഏറ്റവും വലിയ സന്തോഷമാണ്. അതിനേക്കാളും വലിയൊരു സന്തോഷം ഒരു മുഅ്മിനിന് ദുനിയാവിലും ആഖിറത്തിലും കിട്ടാനില്ല. ദുനിയാവിൽ ഏതായാലും അള്ളാഹുവിനെ കാണാൻ നമുക്ക് കഴിയില്ല. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരായ ആളുകൾക്ക് ആവാനും നമ്മള് അത്രമാത്രം വളർന്നിട്ടില്ല. പിന്നെ നമുക്ക് ആഖിറത്തിലെത്തിയാൽ അള്ളാഹനെ കാണാൻ കഴിയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഭൗതികമായ ലോകത്ത് നിന്ന് അള്ളാഹുവിനെ കണ്ടു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോയിട്ട് അള്ളാഹുവിനെ കണ്ടു. ഞാൻ അള്ളാഹുവിനെ കണ്ട ഒരേ ഒരു നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. വേറൊരാളും അങ്ങനെ അള്ളാഹുവിനെ കണ്ടിട്ടില്ല. ജിബ്രീൽ അലൈഹിസ്സലാം പോലും കണ്ടിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിയോട് പറഞ്ഞു, നബിയെ, ഇനി അങ്ങോട്ട് എനിക്ക് വരാൻ കഴിയൂല, എന്റെ ചിറകുകൾ കരിഞ്ഞു പോകും യാ റസൂലല്ലാഹ്. അങ്ങനെയുള്ള ലോകത്തേക്ക് അള്ളാന്റെ റസൂല് ചെന്നു. എന്നിട്ട് അള്ളാഹുവിനെ കണ്ടു, നഗ്ന നേത്രങ്ങളെ കൊണ്ട് കണ്ടു. സുബ്ഹാനല്ലാഹ്. ആ അള്ളാഹുവിനെ കണ്ട രാവാണ് റജബ് 27 രാവ്. അത്രമാത്രം മുത്തുനബിയുടെ ഖൽബ് സന്തോഷിച്ച ഒരു രാവ് വേറെയുണ്ടായിട്ടില്ല. ആ രാവിൽ നമ്മൾ ഒരുമിച്ച് കൂടുകയാണ്, നമ്മൾ സംഗമിക്കുകയാണ്, നമ്മൾ അതേ മിഅ്റാജ് ആത്മീയ സമ്മേളനം നടക്കുകയാണ്. എല്ലാവരും വരണം. എല്ലാവരെയും ഞങ്ങളുടെ മദനീയം ക്യാമ്പസിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരും വന്ന് ഒരു വലിയ പരിപാടിയായി അത് മാറണം. അസ്ർ നിസ്കാരത്തിന് ശേഷം തന്നെ പരിപാടി ആരംഭിക്കും. ഇൻഷാ അല്ലാഹ് വരുന്നവർക്ക് നിസ്കരിക്കാനും മറ്റുമുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് എല്ലാവരും വരണം. എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഫെബ്രുവരി 7-ാം തീയതി അന്ന് ഖുതുബിയ്യത്തിന്റെ മജ്ലിസ്, അജ്മീർ ഖാജ തങ്ങളുടെ ആണ്ട് നേർച്ച, അവിടുത്തെ മൗലിദ് പൂർണ്ണമായി പാരായണം ചെയ്ത് ദുആ ചെയ്യുന്ന സദസ്സ് ബഹുമാനപ്പെട്ട സ്വാലിഹ് സഅദി ഉസ്താദിന്റെ നേതൃത്വത്തിൽ അസ്ർ നിസ്കാരം കഴിഞ്ഞാൽ അജ്മീർ മൗലിദ് ആരംഭിക്കും. ഇൻഷാ അല്ലാഹ് മഗ്രിബ് നിസ്കരിച്ച ഉടനെ സമയം ഒട്ടും കളയാതെ നമ്മുടെ മദനീയം പരിപാടി ആരംഭിക്കും. ഖുതുബിയ്യത്തിന്റെ മജ്ലിസ് ആരംഭിക്കും. ഇൻഷാ അല്ലാഹ് എല്ലാവരും വരണം. അതൊരു വലിയ ആത്മീയ സമ്മേളനമായി മാറണം. ഇൻഷാ അല്ലാഹ്.